देवाय ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ ശ്ലോകം 18 മുതൽ 18, 19, 20. ശ്ലോകം 18. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണ വൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഗന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. രേഖമാജി. ഹരേ കൃഷ്ണ പ്രഭു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. പദവിച്ഛേദം. സത്വസ്ഥ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ. ഊർധ്വം മുകളിലോട്ട്. ഗച്ഛന്തി ഗമിക്കുന്നു. രാജസ രാജസന്മാർ. മധ്യേ മധ്യത്തിൽ. തിഷ്ഠന്തി സ്ഥിതി ചെയ്യുന്നു. ജഗന്യ ഗുണവൃത്തിസ്ഥ ജഗന്യ ഗുണവൃത്തികൾ സ്ഥിതി ചെയ്യുന്ന നികൃഷ്ട ഗുണവൃത്തികളെ സ്ഥിതി ചെയ്യുന്ന. താമസാഹ താമസന്മാർ. അധഃ അധോഭാഗത്തിലേക്ക്. ഗച്ഛന്തി ഗമിക്കുന്നു. വിവർത്തനം. സ്വാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങൾ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപതിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ത്രിഗുണപ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ഫലമെന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായി വിവരിക്കുന്നു. സ്വർഗീയ ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഉപഗ്രഹ വ്യൂഹവുമുണ്ട്. സമുത്കൃഷ്ടരായ ജീവാത്മാക്കളാണ് അവിടെ താമസിക്കുന്നത്. സ്വാത്വിക ഗുണത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ജീവസത്തയ്ക്ക് ഈ വ്യൂഹത്തിൽ പല ഗ്രഹങ്ങളിലേക്ക് ഉയരാം. ഇവയിൽ സത്യലോകമെന്ന ബ്രഹ്മലോകമാണ് സർവോത്കൃഷ്ടം. ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായ ബ്രഹ്മാവ് ഇതിൽ വാഴുന്നു. ബ്രഹ്മലോകത്തിലെ ആശ്ചര്യകരമായ ജീവിതാവസ്ഥ ഗണനാതീതമാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അത്യുന്നത ജീവിതാവസ്ഥയായ സത്വഗുണത്തിന് നമ്മളെ ഇവിടെ എത്തിക്കാൻ കഴിയും. രജോ ഗുണം സമ്മിശ്രമാണ്. സത്വ തമസ്സുകൾക്കിടയിൽ നിൽക്കുന്നു അത്. ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. ശുദ്ധരാജസ്വഭാവിയായ ഒരാൾ ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയുള്ളൂ. സമ്മിശ്ര ഗുണങ്ങളുള്ളതുകൊണ്ട് താഴത്തേക്ക് വീഴാനും ഇടയുണ്ട്. രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് യന്ത്രമുപയോഗിച്ച് ബലാത്കാരേണ ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ കയറിക്കൂടാനാവില്ല. രാജസ പ്രകൃതിയുള്ളവർക്ക് അടുത്ത ജന്മത്തിൽ ബുദ്ധിഭ്രമം ബാധിച്ചുവെന്നും വരാം.
അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചമെന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപത്കരമാണ്. ത്രിഗുണങ്ങളിൽ വച്ച് ഏറ്റവും അധമമാണ് തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. പക്ഷികളായും മൃഗങ്ങളായും ഇഴജന്തുക്കളായും വൃക്ഷങ്ങളായും മറ്റും. തമോ ഗുണം വളരുന്നതിന്റെ തോതനുസരിച്ച് മനുഷ്യരെ ഈ നീചാവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നു. താമസഹ എന്ന വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും ഉയരാനാവാതെ തമസ്സിൽ തന്നെ അനേകം ജന്മങ്ങൾ കഴിച്ചുകൂട്ടുന്നവരെയാണ് താമസഹ എന്ന പദം സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. രജസ് തമസ് സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരുവാൻ അവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 19. അന്യം ഗുണേഭ്യ യഥാ ദൃഷ്ടാ അനുപശ്യതി ഗുണേഭ്യ പരം മദ്ഭാവം അധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സധിഗച്ഛതി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വ അധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ രാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. നാന്യം ഗുണേഭ്യഃ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. യഥാ യാതൊരിക്കൽ ദ്രഷ്ട സാക്ഷിയായിട്ട് ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് അന്യനായ കർത്താരം കർത്താവിനെ ന അനുപശ്യതി ദർശിക്കുന്നില്ല. ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്ന് പരം ച അഭൗതികമായവനെയും വേത്തി അറിയുന്നു. സ അവൻ മദ്ഭാവം എന്റെ ആത്മീയ ഭാവത്തെ അധിഗച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവിൽ നിന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. ത്രിഗുണ പ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അങ്ങനെയുള്ള അദ്ദേഹം അർജുനന് ഈ ജ്ഞാനം നൽകി. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധമുദിച്ചവരിൽ നിന്നു വേണം ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെ കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാൻ. അല്ലെങ്കിൽ ജീവിതം വഴിപിഴച്ചേക്കും. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. താൻ എങ്ങനെ ബന്ധനത്തിൽ പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടെന്നും ഗ്രഹിക്കാം. ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടതുകൊണ്ട് നിസ്സഹായനാണ്.
എങ്കിലും സത്യസ്ഥിതി മനസ്സിലായാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം, ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവ് വാസ്തവത്തിൽ ജീവസത്തയല്ല, ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിന് വഴങ്ങി അവൻ പ്രവർത്തിക്കാൻ നിർബന്ധിതനാവുകയാണ്. ആധ്യാത്മിക പ്രാമാണികന്റെ സഹായമില്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലുമാവില്ല. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കാനും കഴിയും. കൃഷ്ണാവബോധവനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അധീനനല്ല. കൃഷ്ണന് സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നു മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതോർക്കുക. കാര്യങ്ങൾ അതേപടി കാണാൻ കഴിയുന്നവരിൽ ഭൗതിക പ്രകൃതിക്കുള്ള സ്വാധീനത കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുണാൻ ശ്ലോകം 20. ഗുണാൻ ഗുണാൻ ആദിത്യ സ്ത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖേർ വിമുക്തോ അശ്നുതേ. അശ്നുതേ. ഗുണാനേതാനധീത്യാതിത്രീം ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖേ വിമുക്താം അമൃതമശ്നുതേ. ഗുണാനേതാനധീത്യാത്രീം ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖേ വിമുക്താമൃതമശ്നുതേ. ഗുണാനേതാനധീത്യാത്രീം ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖേ വിമുക്താം അമൃതമശ്നുതേ. ഹരേ കൃഷ്ണ. മാധവൻ ഗോ. ഹരേ കൃഷ്ണ. ഗുണാനേതാനധീത്യാത്രീം ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖേ വിമുക്തോ അമൃതമശ്നുതേ. ജീവാത്മാവ് ദേഹസമുദ്ഭവാൻ ദേഹത്തിൽ നിന്നും ഉദ്ഭവിച്ച് ഏതാൻ ഈ സ്ത്രീൻ ഗുണാൻ 3 ഗുണങ്ങളെയും അതിക്രമിച്ചിട്ട് ജന്മമൃത്യുജരാദുഃഖൈ ജനനം മരണം വാർദ്ധക്യം എന്നീ ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തനായി അമൃതത്തെ അനുഭവിക്കുന്നു. വിവർത്തനം: ശരീര സംബന്ധമായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം മരണം വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. ഭഗവാൻ സ്വാമി ശ്രീരാപ്രഭാത് മഹാരാജ് ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ദേഹി എന്ന വാക്കിന് ശരീരത്തോടു കൂടിയ എന്നർത്ഥം. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുന്നവന് ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് മുക്തനാകാം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഈ ദേഹം തിരിച്ച ഉടനെ പരവ്യോമത്തിലേക്കാണല്ലോ അയാൾ ഉള്ളത്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആധ്യാത്മിക ആനന്ദം അനുഭവിക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കുന്ന ഭക്തിയുഗ സേവനം ഭൗതിക ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയുടെ ലക്ഷണമത്രേ. 18-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഗുണങ്ങളുടെ സ്വാധീനതാവലയം ഭേദിച്ചു കഴിഞ്ഞാലാണ് മനുഷ്യൻ ഭക്തിനിഷ്ഠമായ സേവനത്തിൽ തൽപരനാകുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.
श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सातनरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखांश नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिसिद्धान्त सरस्वती इति नामिने श्रीवासभानुवी देवी देताय प्रभाब्धये कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः माधुर्योजितप्रेमाढ्य श्रीरूपानुगभक्तिदा श्रीगौरकरुणा शक्ति विग्रहाय नमोऽस्तुते नमस्ते गौरवाणे श्रीमूर्तये दीनतारिणे रूपानुगविरुद्धाभा सिद्धान्त द्वन्द्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भोधे पादाम्बुजाय ते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते गौराविर्भावभूमेस्तं निर्देष्ट सज्जनप्रिया वैष्णव सार्वभौमा श्रीजगन्नाथाय ते नमः श्रीरूपा सनातन भट्ट रघुनाथ श्रीजीवगोपाल भट्ट दास रघुनाथ एचाय गोसाईर कोरी चरण वंदन जाहा हुई विघ्न नाश आभीष्ट पूरन वंजा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरतिशे नमः पंचतत्त्वात्मकं कृष्णं भक्तरूपस्थरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते जयतां शिरदोपङ्गो मम मन्दमदेर्गति मत्सर्वस्वदां भोजो राधा मदन मोहनो श्रीदिव्यावृन्दारण्य कल्पद्रुमदा श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठालिपि सेव्यमानो स्मरामि श्रीमान् रासरसारम्भि वंशी वडक्करस्थितः कर्षन् वेणुस्वनिर्गोपी गोपीनाथ श्रीस्तु न भक्तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ഗൗര ഹരി. ഹരേ കൃഷ്ണ. സമസ്ത വൈഷ്ണവൃന്ദത്തോടും ഒരേ പ്രാർത്ഥനയാണ്, ഈ സേവയിൽ എന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റോ അവിവേകമോ ഉണ്ടായാൽ ബദ്ധജീവാത്മാ എന്ന കാരണത്താൽ സാദരം എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ സംഘത്തിൽ കൂടി ഭക്തർക്ക് എന്തെങ്കിലും ജ്ഞാനം ആർജിക്കാൻ സാധിച്ചാൽ അത് പൂർണ്ണമായും നമ്മുടെ ശിക്ഷാ ഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഇസ്കോൺ സ്ഥാപകനും ആചാര്യനും അവിടുത്തെ രക്ഷാഗുരുവുമായ ശ്രീ എസി ഭക്തിവേദ സ്വാമി ശ്രീല പ്രഭു മഹാരാജന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ യാതൊരു കഴിവുമല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹരേ കൃഷ്ണ. ഊർധ്വം ഗച്ഛന്തി സത്വസ്താ മധ്യേ തിഷ്ഠന്തി രാജസാ ജഗന്യഗുണവൃത്തിസ്താ അധോ ഗച്ഛന്തി താമസാ. ശ്ലോകം 18 നമ്മൾ പറയാണ്. ഇതുവരെ എന്താ പറയുന്നത്? ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങള്, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്തിന്റെ സ്ഥിതികളാണ് ഇവ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സത്വം സംജായതേ ജ്ഞാനം. സത്വത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ജ്ഞാനം. അത് ജ്ഞാനം ആർജിക്കുന്നവരാണ് സത്വ ഇതിൽ കിടക്കുന്നവർ ജ്ഞാനം ആർജിച്ചവരാണ്. രജസിയുള്ളവരൊക്കെ എന്താണ്? അവര് ലോഭമാണ്, അത്യാഗ്രഹികളാണ്. അവര് ലോഭമാണ് അവർക്കുള്ള ഗുണം. അവരുടെ ഗുണം ലോഭത്തിലാണ്. പിന്നെന്താ? തമസിലുള്ളവർ പ്രമാദം, അതായത് ഒരു അശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം. താമസക്കാരന് അവര് നിദ്ര, പ്രമാദം, ആലസ്യം, ഇതാണ് അവരുടെ ഗുണങ്ങൾ. അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലായി. ഇനി എന്താ? ഈ ഗുണങ്ങൾ, ഈ സത്വഗുണികളും രജോ ഗുണികളും തമോ ഗുണികളും എവിടെ എത്തിപ്പെടുന്നു, എവിടേക്ക് അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ 18-ാം ശ്ലോകത്തിൽ പറയുന്നത്.
14-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, മുകൾ, അതായത് നമ്മൾക്ക് 14 ലോകങ്ങളുണ്ട്. ആ 14-ലെ മധ്യമായിട്ടാണ് ഭൂമി ഇരിക്കുന്നത്. അത് ഭൂവർലോകം എന്ന് പറയും. അതിൽ നിന്ന് മുകളിലേക്കും താഴേക്കുമായിട്ട് 14 ലോകങ്ങൾ. അപ്പോ മുകളിലുള്ള ലോകങ്ങളിലേക്ക് കയറും തോറും അത് സത്യലോകം വരെയാണ്. സത്യലോകത്തിലാണ് ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഓരോ സത്യലോക, തപലോക, ജനലോക, മഹർലോക, സുവർലോക, ഭുവർലോക, ഭൂലോക. അങ്ങനെ ഭൂലോകമാണ് ഭൂമി. അപ്പൊ ഇത്രയും ലോകങ്ങൾ ഭൂമിക്ക് മേലെയും അതിന് താഴെയാണെന്ന് അധോലോകങ്ങൾ. അതെന്താ? അട്ല, വിട്ല, സുതല, തലാതലം, മഹാതലം, രസാതലം, പാതാളം. അങ്ങനെ 7 ഗ്രഹങ്ങൾ താഴെയുണ്ട്. അപ്പോ ഈ സത്വ സ്വഭാവികൾ, സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. അവരുടെ ആ സത്വ സ്വഭാവം വളർത്തുമ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജന്മനാ തന്നെയോ അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഓരോരുത്തരും ഓരോ ഗുണങ്ങളിൽ വന്ന് പിറക്കുന്നത്. അപ്പൊ സത്വഗുണങ്ങളുള്ളവര് അവരുടെ ഗുണങ്ങൾക്ക് അനുസരിച്ച് അവർ ഉത്കൃഷ്ട ഗ്രഹങ്ങളിലേക്ക്, അപ്പൊ ഉത്കൃഷ്ട ഗ്രഹങ്ങൾ സത്യലോകം വരെ നമുക്ക് പോവാം. അവിടെ ബ്രഹ്മാവ് ഇരിക്കുന്നത്. ഈ സാത്വികരായ ജീവാത്മാക്കൾക്ക് ബ്രഹ്മാവാകാൻ പോലും സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ സത്വഗുണം അത്ര മേലേക്ക് വളർത്തിയെടുക്കുമ്പോൾ എത്രമാത്രം നമ്മൾ സാത്വിക ഗുണത്തിൽ വരുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. ആ ഗ്രഹങ്ങളിലുള്ള അവിടെയുള്ള ജീവാത്മാക്കൾ, അവരും ജീവാത്മാക്കളാണല്ലോ. അപ്പൊ അവരെ പോലെ ആയി തീരാനും നമുക്ക് സാധിക്കും. എങ്ങനെ? സത്വഗുണം വളർത്തുമ്പോൾ. ബ്രഹ്മാവ് പോലും ആവാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അങ്ങനെ ഓരോ സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയർന്നു. രാജ്യത്തെ പ്രകൃതിയുള്ളവരെങ്ങനെയാണ്? അവര് ഭൂലോകങ്ങളിൽ ജീവിക്കുകയും ഈ ഭൂലോകത്തിൽ തന്നെ അവരുടെ പ്രവൃത്തി കർമ്മമേഖല അവര് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ഓരോ കർമ്മങ്ങൾ അവരുടെ ഗ്രീഡികൾ, അവര് അത്യാഗ്രഹികളാണ്. കൂടുതൽ സമ്പാദിക്കണം എന്നുള്ള സ്വഭാവം അവരുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഭൂലോകത്ത് തന്നെ, ഈ ഭൂമിയിൽ തന്നെ അവർക്ക് വീണ്ടും ജനിവൃത്തികൾ പെടേണ്ടി വരും. തമോ ഗുണത്തിൽ തന്നെ അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിവദിക്കുന്നു. താഴെയുള്ള അതോ ലോകങ്ങളായ പല ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. അട്ടല, വിട്ടല, സുതല, തലാതലം, മഹാതലം എന്നൊക്കെ, രസാതലം, അങ്ങനെ ലാസ്റ്റ് പാതാളം എന്നുള്ള ലോകത്തിൽ വരെ, അങ്ങനെ അവിടേക്ക് വരെ അവര് തഴയപ്പെടാൻ സാധിക്കില്ല. അവരെ സ്വഭാവത്തിന്റെ ഗുണമനുസരിച്ച് അവര് ആലസ്യകളാണല്ലേ. അപ്പൊ അവര് അശ്രദ്ധമായി ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. അവർക്ക് ജ്ഞാനമില്ല. ശരിക്കും സാത്വിക ഗുണങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ഈ തമോ ഗുണികൾക്ക് എങ്ങനെയാണോ സത്വഗുണികൾ ഉയർന്ന തലത്തിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ അതേ കാരണം കൊണ്ട് തന്നെ അവർക്ക് ജ്ഞാനം സമ്പാദിച്ചും അവർക്ക് ഉയർന്നു പോകാൻ വരുമ്പോൾ അജ്ഞാനത്താല് ഒരു കാര്യപ്രവർത്തനം ചെയ്യാൻ സാധിക്കാണ്ട് അശ്രദ്ധമായ ജീവിതം നയിക്കുന്ന ഈ തമോ ഗുണികൾ താഴെക്കടയുള്ള ഗ്രഹങ്ങളിലേക്ക് പോകുന്നു. ഭാവാർത്ഥത്തിൽ പറയുന്നത് ത്രിഗുണപ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ഫലം എന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായിരിക്കുന്നു. 3 ഗുണങ്ങളിലെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ കർമ്മങ്ങളുടെ ഫലം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെടെ ഒരു ഉപരിഗ്രഹ വ്യൂഹമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, സ്വർഗീയ ഗ്രഹം ഉൾപ്പെട്ടുള്ള മോളേക്ക് 7 തരത്തില് അങ്ങനെ ഉയർച്ചയിൽ കിടക്കുന്ന ഉപരിഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സത്വഗുണം അനുസരിച്ച് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു സത്വഗുണം എങ്ങനെയാണ് വളരുന്നത്, അല്ലെങ്കിൽ സത്വഗുണം എങ്ങനെയാണ് നവദ്വാരേ പുരേദേഹി, 9 ദ്വാരങ്ങളുടെ പുരദേഹിയിലിരിക്കുമ്പോൾ 9 ദ്വാരങ്ങളും എങ്ങനെ സമ്പന്നമാവുമ്പോഴാണ് ആ വ്യക്തി പൂർണ്ണമായ ഒരു സത്വഗുണത്തിൽ എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ എത്തുന്ന ഒരാൾക്ക് ഉപരിഗ്രഹങ്ങളിലെ വ്യൂഹങ്ങളിൽ എത്താൻ സാധിക്കും. ഇപ്പൊ സത്യലോകത്തിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, തപോലോകത്തിൽ സന്യാസിമാരും ദേവതമാരുണ്ട്, ജനലോകത്തിൽ കുമാരന്മാര്, അങ്ങനെ ഓരോരോ ലോകങ്ങളില് അങ്ങനെ ശ്രേഷ്ഠമായ സാത്വിക ഭാവത്തിലുള്ള ആൾക്കാർ വസിക്കുന്ന ഇടത്തേക്ക് ഭൗതിക ലോകത്തിൽ നമ്മൾ ഇരിക്കുന്ന ഈ ജീവാത്മാക്കൾക്കും തൻ്റെ ഗുണങ്ങളെ പരിപോഷിച്ച് നമുക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിക്കും. സമർക്കൃഷ്ണനായ ജീവാത്മാക്കളാണ് അവിടെ വസിക്കുന്നത്. അതെ പറഞ്ഞേ, അതാ ഇത്ര ഇങ്ങനെ സന്യാസിമാരും ദേവതമാരും കുമാരന്മാരുമായുള്ള ആ സാത്വിക ഭാവത്തിലുള്ള നല്ല ഉത്കൃഷ്ട ജീവാത്മാക്കളാണ് അവിടെ താമസിക്കുന്നത്. സാത്വിക ഗുണത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ജീവസത്യ ഒരു വ്യൂഹത്തിന്റെ പല ഗ്രഹങ്ങളിലേക്കും ഉയരാം. പടിപടിയായിട്ടുള്ള ആ ലോകങ്ങളിലേക്ക് പടിപടിയായി നമുക്ക് ഉയർന്നുയർന്ന് സത്യലോകം വരെ എത്തി അങ്ങനെ ബ്രഹ്മാവ് വരെ ആവാനുള്ള ഒരു ചാൻസ് നമുക്കുണ്ട്. അത് നമ്മളെ സത്വഗുണം വളർത്തിക്കൊണ്ടുവന്നാൽ അതിനൊക്കെ സാധിക്കും.
ഇതിൽ സത്യലോകം എന്ന ബ്രഹ്മലോകമാണ് സർവോത്കൃഷ്ടം, ഏറ്റവും ശ്രേഷ്ഠമായത്. ഇപ്പോ ഈ 14 ലോകങ്ങളിലെ ശ്രേഷ്ഠമായി കിടക്കുന്നത് സത്യലോകമാണ്. അവിടെയാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ അവിടെ വരെ എത്താൻ നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ആ ലോകം വരെ കീഴടക്കാൻ, ഇപ്പൊ അഖണ്ഡകോടി ബ്രഹ്മാണ്ടം ഉണ്ടല്ലോ. അപ്പൊ അഖണ്ഡകോടി ബ്രഹ്മാണ്ടത്തില് പല പല ബ്രഹ്മാണ്ടത്തിലും ഒരുപാട് ബ്രഹ്മാക്കന്മാരുണ്ട് എന്ന് നമുക്ക് ഭാഗവതത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രഹ്മദർപ്പ ശമനം എന്നുള്ള ഒരു അധ്യായത്തില് ഭഗവാന്റെ ലീലകളെ, അല്ലെങ്കിൽ ഭഗവാനെ പശുക്കിടാങ്ങളെയും ഗോപന്മാരെയും മറച്ചുള്ള ഒരു ലീല നമ്മൾ ഭാഗവതം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതില് ബ്രഹ്മാവിന് മനസ്സിലായി, കഥകൾ പിന്നെ പറയാം, ഇതില് പറയാൻ പറ്റില്ല. ബ്രഹ്മാവിന് മനസ്സിലായി കൃഷ്ണന്റെ ഇത് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവിന് സംശയം ഉണ്ടായിരുന്നു, ഇവിടെ കിടക്കുന്ന ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണോ ഇവിടെ ഈ വൃന്ദാവനത്തിൽ ഉള്ളത് എന്നുള്ളൊരു സംശയം ബ്രഹ്മാവിനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലീല അവിടെ ബ്രഹ്മാവ് ഒരു കളി കളിച്ചു. അതിന് തികച്ചും നല്ലൊരു ലീല ഭഗവാൻ അവിടെ മറുപടിയായിട്ട് കൊടുത്തു. അപ്പൊ ആ ബ്രഹ്മാവിന്റെ ദർപ്പം ശമിപ്പിച്ച ആ സമയത്ത് ഭഗവാനോട് ബ്രഹ്മാവ് പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മാവാണെന്ന് പറയുമ്പോ അവിടെ ഭഗവാൻ ചോദിക്കുകയാണ്, ഏത് ബ്രഹ്മാവെന്ന്. അപ്പൊ ഒരു ബ്രഹ്മാവല്ല, അനേകം ബ്രഹ്മാക്കളുണ്ട്, ബ്രഹ്മാണ്ടം അനേകമുണ്ട്, അതിലൊക്കെ ബ്രഹ്മാവ് ഉണ്ട്. അതൊരു പൊസിഷനാണ്, ആ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മളെ പോലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സത്വഗുണം വർദ്ധിപ്പിച്ചത് അവിടെ വരെ എത്താൻ സാധിക്കും. ആ അതാണ് സർവോത്കൃഷ്ടമായ ലോകത്തിലേക്ക് പോലും ഈ സാത്വിക സ്വഭാവത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് എത്താൻ സാധിക്കും. ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായ ബ്രഹ്മാവ് അവിടെ വാഴുന്നു. ബ്രഹ്മലോകത്തിലെ ആശ്ചര്യമായ ജീവിതാവസ്ഥ ഗണനാതീതമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ജീവിതാവസ്ഥകളൊക്കെ മുമ്പ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്യുന്നത ജീവിതാവസ്ഥയെ ആയ സത്വഗുണത്തിന് നമ്മെ ഇവിടെ എത്തിക്കാൻ കഴിയും. അതാണ് പറഞ്ഞത്. നമ്മൾക്കും അതേ തോതിൽ ആ സത്വഗുണം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കും ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. സത്വഗുണം വർദ്ധിപ്പിക്കുക എങ്ങനെയാണ്? സത്വഗുണം അങ്ങനെ വെറുതെ നമുക്ക് സത്വഗുണ ആണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ബ്രാഹ്മണരൊക്കെ സത്വഗുണ സ്വഭാവികളാണെങ്കിൽ നമ്മൾ പറയും എല്ലാവരും ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവരൊക്കെ സത്വഗുണ സ്വഭാവമാവണമെന്നൊന്നുമില്ല. ബ്രഹ്മം അറിഞ്ഞവരാണ് ബ്രാഹ്മണൻ. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്വഗുണയായിരിക്കും. തന്റെ മനസ്സ് കൂടുതൽ നിർമ്മലമാകുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ, ഭയമില്ലാതെയാകുമ്പോൾ, ജ്ഞാനം വർദ്ധിക്കുന്നതിനാൽ അപ്പൊ ഭയമില്ലാതെയാവും അല്ലെ. തന്റെ അറിവ് സമ്പാദിക്കുമ്പോൾ സത്വഗുണത്തിൽ എന്താണ്? ജ്ഞാനമാണ് വർദ്ധിക്കുന്നത്, സുഖവും ജ്ഞാനവും. അപ്പോ ആ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ തന്റെ ഇന്ദ്രിയ വിഷയങ്ങൾ നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ ഭയമില്ലാതെയാകും. അങ്ങനെ ആ സത്വഗുണത്തിലേക്ക് അങ്ങനെയാണ് പടിപടിയായിട്ട് നമ്മൾ സത്വഗുണത്തിലേക്ക്. പിന്നെ സത്വഗുണം ചെയ്ത് കൂടുതൽ സത്വഗുണാവസ്ഥയിലാകുമ്പോൾ അവർ വീണ്ടും ഉയർന്ന ഗ്രഹങ്ങളിലേക്ക്. അപ്പോ നമുക്ക് എത്രത്തോളം നമുക്ക് സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ ആ ഒരു പടിപടിയായിട്ടുള്ള ആ ഓണിപ്പടികൾ കയറുന്നത് പോലെ ഓരോ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് അങ്ങനെ ഉയർന്നു നിന്ന് സത്യലോകം വരെ എത്താൻ സാധിക്കും. പിന്നെ അതിന്റെ സത്വഗുണം വർദ്ധിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയൊക്കെ സാത്വികമായ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് സത്വഗുണം വർദ്ധിപ്പിക്കാൻ, അങ്ങനെയാണ് നമ്മൾ സത്വഗുണയായി തീരുന്നത്. പിന്നെ എന്താ പറയാ, യഥാവിധി ഭഗവാന്റെ കാര്യങ്ങളിൽ സേവകൾ ചെയ്യുക, അല്ലെങ്കിൽ പൂജ കർമാദികൾ ചെയ്യുക. സേവയാണ് പ്രധാനം. ആ സേവയൊക്കെ ചെയ്തും ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ പൂർണ്ണമായ അതീന്ദ്രിയമായ ഭാവത്തേക്ക് മനസ്സിലാക്കുന്ന അവര് തീർച്ചയായിട്ടും ആ ലോകത്തിലേക്ക് ഊർധ്വ ലോകത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി രജോഗുണികൾ എങ്ങനെയാണ്? രജോഗുണം സമ്മിശ്രമാണ്, സത്വതമസുകൾക്കിടയിൽ നിൽക്കുന്നു. അപ്പൊ രജോഗുണം സത്വ രജ തമ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഈ രജസ് ഗുണത്തിന് ഒരു പ്രശ്നമുണ്ട്. സത്വത്തിലേക്കും അല്ലെങ്കിൽ തമസിലേക്കും ചായാനുള്ള ഒരു അവിടെ വരുന്നുണ്ട്. സത്വഗുണത്തിലേ ആവാനും ചിലപ്പോൾ രണ്ടും മിശ്രമായിട്ട് വരാം. ചിലപ്പോൾ സത്വഗുണമായിട്ട് മിശ്രമാവാനും തമോ ഗുണമായിട്ട് മിശ്രമാവാനും ചാൻസ് ഉള്ളതാണ് രജോഗുണികൾ. രജോഗുണം സമ്മിശ്രമാണ്. അതുകൊണ്ട് സത്വതമസുകൾക്കിടയിൽ നിൽക്കുന്നു. അതൊരു വ്യക്തി അതുകൊണ്ട് എല്ലായ്പ്പോഴും വിശുദ്ധനാവില്ല. കാരണം എന്തെങ്കിലും ഒരു ഗുണത്തിന്റെ ഗുണം തന്നെ ആയിരിക്കില്ല, മറ്റൊരു ഗുണം കൂടിയും അയാളെ ബാധിച്ചിരിക്കും. ശുദ്ധ രാജസ്വഭാവിയായ ഒരാൾക്ക് ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയുള്ളൂ. ഇപ്പോ രജോ ഗുണം ഉള്ള ആൾക്കാർക്ക് ഈ ഭൂമി തന്നെയാണ് അവർക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. കാരണം അവര് ഈ തന്റെ പ്രശസ്തിയും അല്ലെങ്കിൽ തന്റെ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ സമ്പത്തുകളും സമൃദ്ധികളും അങ്ങനെ വർദ്ധിപ്പിക്കാനാണ് അവർ കൂടുതലും. അവർക്ക് ഒരു രാഗാത്മകമാണ്. അവരൊരു എന്താ പറയാ, കൂടുതലും സമ്പാദ്യം ഉണ്ടാക്കുക, അതിൽ ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിച്ച് കൂടുതൽ സമ്പാദിക്കണം, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനും
മക്കൾക്കും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അവർക്ക് വീണ്ടും വീണ്ടും ആ രജോ ഗുണത്തിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിൽ അപ്പുറത്തേക്ക് സത്വത്തിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കില്ല. ആയതിനാൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു, വീണ്ടും വീണ്ടും ഈ ഭൂമി ഭൂമിയിൽ തന്നെ ജനിക്കേണ്ടതായിട്ട് വരും. രാജാവായിട്ടോ ധനികനായിട്ടോ ജീവിക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഇത് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കണം. കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ, ഒരു ശ്ലോകത്തിൽ വീടൊക്കെ ഉണ്ടാക്കാനും വലിയ രസമാണ്. തനിക്ക് ഒരു വലിയ കൊട്ടാരം പോലെ വീട് പണിയാനൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് അതിനുള്ള പണം സമ്പാദിക്കണം, അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അപ്പൊ വെറുതെ ഒന്നും നമുക്ക് ഒരു കാര്യം ഉണ്ടായി വരില്ല. അപ്പോ അതിനൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് അവര് വീണ്ടും വീണ്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ട് തനിക്കുള്ളത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവർക്ക് ആ സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ട് വരികയാണ്. കൂടുതലും അവർക്ക് ആ എന്താ പറയാ സാത്വിക ഭാവത്തിലേക്കും അതിന്റെ ഗുണം എന്താണ്, ആധ്യാത്മികതയിലേക്ക് ഉയരണോ, അങ്ങനെയുള്ള ചിന്തയല്ല അവരുടെ ഉള്ളിൽ. അവർക്ക് സമ്പാദിക്കണം, സ്വരു കൂട്ടണം, പ്രശസ്തി, പണം, പ്രതാപം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ചിന്തയിലുള്ളൂ. അപ്പൊ ആയതിനാല് അവർക്ക് ഈ ഭൂമിനെയാണ് അവർക്ക് ഭൂമിയിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ, ഉയരാനും പറ്റില്ല. എന്നാൽ താഴേക്കടയിൽ പോവേണ്ടിയതായിട്ട് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാല് കൂടുതൽ കൂടുതൽ അവർ ഇതിൽ ഏർപ്പെട്ടു പോകുമ്പോ രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് കൂടുതൽ കൂടുതൽ അവര് അതിൽ നിന്ന് ഏർപ്പെട്ടു പോകുമ്പോൾ അവര് തമോ ഗുണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം സമ്മിശ്ര ഗുണമുള്ളത് കൊണ്ട് താഴേക്ക് വീഴാൻ വേണ്ടി ഈ തമോ ഗുണമായിട്ട് ബന്ധപ്പെട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിക്ക് ഭ്രമം വരും. എങ്ങനെ? അധ്വാനം കൂടും, ചിന്തകള് കൂടുതൽ കൂടുതൽ ചിന്തകളിലേക്ക് അവര് ഈ സ്വരുകൂട്ടണം അല്ലെങ്കിൽ തനിക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ജ്വരം വരുമ്പോൾ അവർക്ക് മനസ്സിനെ കൺട്രോളിൽ നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരും. കർമ്മം ചെയ്യുന്ന കുടുംബങ്ങൾ അവര് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുന്ന കുടുംബങ്ങളിലാണ് പിന്നെ ജനിക്കുക. ഇന്ദ്രിയസൂത്രമുള്ള കർമ്മം ചെയ്യുന്ന കുടുംബങ്ങളിൽ വീണ്ടും വീണ്ടും അവർക്ക് ജനിക്കേണ്ടി വരും. അത്യാഗ്രഹം എന്താണ്? അത്യാഗ്രഹം വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്യാഗ്രഹം കൂടുന്തോറും ബുദ്ധിക്ക് തന്നെ അവർക്ക് ഭ്രമം വരികയാണ്. ബുദ്ധി എന്താണെന്ന് വെച്ചാല് ഈ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ അത് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൽ നിലനിൽക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ എന്ത് പറ്റും? ആരോഗ്യം നഷ്ടപ്പെടും. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് മന്ദീഭാവം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ മാനസികമായിട്ട് തകർച്ച വരും. തകർച്ച വരുന്നതോടുകൂടി ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കും. അങ്ങനെ ആ ബുദ്ധിഭ്രമത്തിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചാൽ എന്താ അവസ്ഥ? അപ്പൊ അവര് തമോ ഗുണത്തിലേക്ക് താഴ്വ്. തമോ ഗുണികൾ അങ്ങനെയാണല്ലോ, അവര് ഉന്മാദത്തിൽ നടക്കുന്നതല്ലേ, പ്രമാദത്തിൽ അതേ രീതിയിൽ അവർക്ക് തമോ ഗുണത്തിലേക്ക് ഈ രാജസി സ്വഭാവങ്ങള് വീഴേണ്ടതായിട്ട് വരും. അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചം എന്ന് പറയുന്നു. തമോ ഗുണത്തെ ഇവിടെ നീചമായിട്ട് തന്നെയാണ് കാണുന്നത്. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപൽക്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും അധമമാണ് തമോ ഗുണം. 3 ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഗുണമാണ്. എന്താണെന്ന് അവര് കർമ്മം ചെയ്യുന്നില്ല, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആലസ്യം കാണുന്നത് അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ചെയ്യേണ്ടതായ പ്രവർത്തികളൊന്നും ചെയ്യാതെ ജ്ഞാനമില്ലാതെ, അത് സത്വഗുണത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായി അജ്ഞാനത്തിൽ വാഴുന്നതിനാല് അവരാര് പറയുന്നു കേൾക്കാനും അവർക്ക് താല്പര്യമില്ല. അവര് ആരെയും വകവയ്ക്കുന്നില്ല. തന്നിഷ്ടമായ ജീവിതത്തിൽ അത് എപ്പോ കിടക്കണം, എപ്പോ ഉറങ്ങണം. ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു സ്വഭാവമാണ് രാത്രി പകലാക്കിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. പകലാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ അതുപോലെയാണ് തമോ ഗുണത്തിന്റെ ശരിയായ സ്വഭാവം അത് തന്നെയാണ്. കൃത്യമായി 6 മണിക്കൂർ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഇത്ര സമയത്ത് കിടക്കുക, ഇത്ര സമയത്ത് എനിക്കുക എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അവർക്ക് രാത്രി ഇപ്പൊ പകലായിരിക്കുകയാണ്, പകലാണ് എല്ലാ. അങ്ങനെയുള്ള തമോ ഗുണികൾക്ക് എന്താണ് സംഭവിക്കുക? അവർക്ക് ഇത് അധമമായ ഗുണത്തിൽ നിന്നിട്ട് അവര് മനുഷ്യന് പൂർണ്ണമായിട്ട് തമോ ലോകത്തിലേക്ക് വീഴും. ഇപ്പൊ മനുഷ്യൻ നമ്മൾ 84 ലക്ഷം യോനികൾ പറയുന്നുണ്ട്. അതിൽ 4 ലക്ഷമാണ് മനുഷ്യരുള്ളത്. ബാക്കിയുള്ള 80 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. പക്ഷികളായും മൃഗങ്ങളായും ഇഴജന്തുക്കളായും വൃക്ഷങ്ങളായും മറ്റും. അങ്ങനെ തമോ ഗുണം വളരുന്നതിന്റെ തോതനുസരിച്ച് മനുഷ്യൻ ഈ നീചാവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ താഴേപ്പടയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മരങ്ങൾ വരെ ആവാനുള്ള സാധ്യത ഏറ്റവും എന്താ പറയാ ഏറ്റവും ഇതുള്ള നീചമായ ജനനം ശരിക്കും മരങ്ങൾക്കാണെന്ന് പറഞ്ഞത്. അവർക്ക് ഈ മുഴുവൻ പ്രകൃതിയുടെ സർവ്വ ദുരിതങ്ങളും അനുഭവിച്ച്
അങ്ങനെ എന്താ പറയാ പ്രകൃതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതി അവർക്കൊരു ചായവും ഇല്ല. അപ്പൊ മരങ്ങളുടെ താഴെ പശുക്കൾക്ക് പോലും അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും വന്ന് കിടന്ന് ആ ചായ അതിന്റെ എന്താ പറയാ തണൽ അവർക്ക് വിശ്രമിക്കാൻ സാധിക്കും. പക്ഷെ മരങ്ങൾക്ക് ഇതൊന്നുമില്ല. മരങ്ങൾ ഇങ്ങനെ പ്രകൃതിയുടെ പ്രകൃതിയുടെ എന്താ പറയാ സകല ദുരിതങ്ങളും അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും മരങ്ങൾ വെട്ടിയാൽ മഴ കുറയും എന്ന് പറയും. പക്ഷെ മരങ്ങൾ വെട്ടിയാലും ആയിരം അല്ലെങ്കിൽ കോടാനുകോടി മരങ്ങൾ ഇനിയും വളരും. കാരണം വെച്ചാൽ തമോ ഗുണങ്ങളാണ് ഈ ലോകത്തിൽ കൂടുതൽ അധികം ഉള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ദുഷ്കൃതമായ ജീവിതം നയിക്കുന്ന ആൾക്കാർ മരങ്ങളായി വരെ ജനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മഴയ്ക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല, ഇഷ്ടംപോലെ മഴയ്ക്ക് കിട്ടും ഇനിയും വരും കാലങ്ങളിൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വെച്ചാൽ അത്രയും തമോ ഗുണമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും തമോ ഗുണത്തിലാണ് ഇരിക്കുന്നത്. തമോ ഗുണം വളരുന്നതിന്റെ തോതനുസരിച്ച് മനുഷ്യരെ ഈ നീചാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. താമസ എന്ന വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും ഉയരാനാവാത്ത, അതെ, ആ തലത്തിൽ നിന്നും അവർക്ക് രജോ ഗുണത്തിലേക്കോ സത്വഗുണത്തിലേക്കോ ഉയരാൻ അവർക്ക് സാധിക്കില്ല. അവര് അതിൽ എന്താ പറയാ നീരാളിപ്പിടുത്തം പോലെ, ഒരു നീരാളി എങ്ങനെയാണോ തന്റെ കൈകൾ കൊണ്ട് ഒരുപാട് കൈകളുണ്ടല്ലോ നീരാളിക്ക്. അപ്പൊ ഒരു കൈ വിട്ടാൽ മറ്റേ കൈ പിടിമുറുക്കുന്ന പോലെയാണ് അവർക്ക്. അതുപോലെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ആ വ്യക്തികൾക്ക് ഉയരാൻ സാധിക്കില്ല. അവരുടെ ജീവിതം വളരെ ഇരുളടഞ്ഞ ജീവിതമാണ്. അത് ഇപ്പോ ജീവിക്കുന്ന ആർക്കും തന്നെ അത് മനസ്സിലാവില്ല. തന്റെ ഗതി എന്താണ്, താൻ ഈ തമോ ഗുണത്തിൽ ഇരുന്നാൽ തനിക്ക് എന്ത് സംഭവിക്കുന്നു, ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മരണശേഷം എന്ത് സംഭവിക്കുന്നു ചിന്തിക്കുന്നവരുമില്ല. അതിനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്, അതിനെ പറ്റിയുള്ള ജ്ഞാനം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ ഇരുട്ടിൽ തന്നെ തപ്പുന്നത്. രജതമോ സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് വീഴാൻ ഒരു അവസരമുണ്ട്. ഇപ്പൊ രജഗുണങ്ങൾക്കും തമോ ഗുണങ്ങൾക്കും സത്വഗുണത്തിൽ വീഴാൻ അവസരമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. അപ്പോൾ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുകയാണെന്ന് വെച്ചാൽ അത് എന്താ പറയാ നല്ലൊരു സത്സംഗങ്ങളിലൊക്കെ പോയി ഭക്തന്മാരുമായിട്ട് സമ്പർക്കത്തിൽ കൂടി കൃഷ്ണാബോധം വളർത്തിയെടുക്കുന്നാൽ അവർക്ക് ആ സാത്വിക ഭാവത്തിലേക്ക് അല്ലെങ്കിൽ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമ ശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയാതെ ഗത്യന്തരമില്ല. അത് അങ്ങനെ ശ്രമിക്കാത്ത പക്ഷം തീർച്ചയായിട്ടും ആ പടുകുഴി തന്നെ അവർക്ക് കിടക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോ സത്വഗുണികള് ഊർധ്വലോകത്തിൽ എന്താ പറയാ സത്യലോകം വരെയുള്ള തലത്തിലേക്ക് വീഴാനും, രജോ ഗുണികൾക്ക് ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ തന്നെ ഉയർന്ന ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ രാജകീയമായോ അല്ലെങ്കിൽ ധനികനായോ ഒക്കെ ജീവിക്കാനും, തമോ ഗുണികള് അധപ്പതനത്തിലേക്ക് താഴെയുള്ള തലത്തിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് അപ്പൊ സത്വഗുണികൾക്കും രജോ ഗുണികൾക്കും എവിടം വരെ തമോ ഗുണികൾ എവിടം വരെ എത്തുന്നത് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലായി. ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേതി മദ്ഭാവം സ അധിഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയിലെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. അപ്പോ നമ്മൾ ചെയ്യുന്ന ഭൗതിക ലോകത്ത് ചെയ്യുന്ന കർമ്മത്തിന്റെ ഈ പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ ആരും അതിന്റെ കർത്താവല്ല. ആ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കാരണം. ഗുണങ്ങൾ കൊണ്ടാണ് കാരണം. അത് മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാന് ആ ഗുണം ആരിൽ നിന്നാണ് ഭഗവാന്റെ ശക്തി തന്നെയായ ആ ഗുണം ഭഗവാനെ ബാധിക്കുന്നില്ല. അത് അതീതനാണ്. ഭഗവാൻ ആ ഗുണങ്ങൾക്ക് അതീതനാണ് എന്ന് അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. എന്റെ ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ല. അത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഇപ്പൊ ഓരോ മനുഷ്യരും ചെയ്യുന്ന പ്രവൃത്തി തന്റെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടാണ്. തന്റെ സത്വഗുണത്തിലായിരുന്നാൽ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുന്നു, രജോ ഗുണത്തിലെ രജോഗമായ കർമ്മങ്ങൾ ചെയ്യുന്നു, തമോ ഗുണത്തിൽ താമസമല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അത് ആ പ്രകൃതിയുള്ള ഗുണമാണ്. ഈ പ്രകൃതിയുള്ള ഗുണം ഭഗവാന്റെ ശക്തി തന്നെയാണ്. എന്നാൽ അത് ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ അതിന് അതീതനാണ് എന്ന് ആരാണോ അറിയുന്നവൻ അവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ത്രിഗുണപ്രേരിതമായ സർവ്വകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാക്കണം. അപ്പോ ഈ എല്ലാവർക്കും നമ്മൾ ജനിച്ചു വീഴുമ്പോഴല്ല ഈ മായയിൽ വന്നുപെട്ടു അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ വന്നുപെട്ടു, താൻ ഭഗവാനെ മറന്നിരിക്കുന്നു, തന്റെ ഈ ഭൗതിക ലോകത്തിലുള്ള ഈ ഗുണങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? യോഗ്യതയുള്ളവരിൽ നിന്ന് നാം അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയേ വേണ്ടൂ.
അപ്പൊ ആരാണ് യോഗ്യതയുള്ളത്? പരമ്പരാപ്രാപ്തമായുള്ള ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ ആ പരമ്പരാപ്രാപ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അപ്പോ കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഗുരു കൃഷ്ണനാണ്. അതിനുശേഷമുള്ള ഗുരുക്കന്മാരും അങ്ങനെ ആ ആദ്യത്തെ ശിഷ്യൻ ആരാണ്? അർജുനൻ. അർജുനന് ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമുക്കും ഒരു ഗുരുവിന് വേണം. അപ്പോ കൃഷ്ണൻ നേരിട്ട് നമ്മൾക്ക് പറയില്ലല്ലോ, നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പൊ കൃഷ്ണൻ ആ ആധ്യാത്മിക ഗുരു, നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആധ്യാത്മിക ഗുരു, അത് കൃഷ്ണന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ കാണുകയും ആ ഗുരുവിൽ നിന്ന് ഈ ത്രിഗുണപ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെ അതിക്രമിക്കാനുള്ള ജ്ഞാനം സമ്പാദിച്ചാൽ നമുക്ക്, അതായത് എങ്ങനെയാണ്? കൃഷ്ണാവബോധം ഉദിക്കുകയാണ്. അതിൽ കൂടി നമുക്ക് കൃഷ്ണാവബോധം വന്നാൽ നമുക്ക് ഈ ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രം പഠിക്കാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതും ആ ഗുരുവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജീവിതം നമ്മുടെ എന്താ വഴി പഴിച്ചു പോകും. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ സൗകര്യത്തിലേക്കാണ് ജീവിക്കുന്നത്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. അത് ഈ ഭൗതിക ലോകത്തിലാണ്, ഇത് മായമായ ലോകത്തിലാണ് അത് വരുന്നത്. പക്ഷെ നമുക്ക് ആധ്യാത്മികതയിലേക്കോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ആ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു, അത് എവിടെ എത്തുന്നു, അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അറിയാതെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ശരിയായ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. അപ്പോ ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് നമ്മുടെ ആധ്യാത്മിക നില എങ്ങനെയാണ്, നമുക്ക് ഭക്തി എങ്ങനെ വളർത്താൻ പറ്റും, നമുക്ക് ഏത് ലെവലിലേക്ക് എത്താൻ പറ്റും, നമ്മുടെ ഉള്ളിലെ ആ ഗുണം എന്താണ് എന്നൊക്കെ അറിയാനും, തന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, ഇന്ദ്രിയങ്ങളെ കുറിച്ചും ഇതൊക്കെ എങ്ങനെയൊക്കെയാണോ നമുക്ക് ആധ്യാത്മികതയ്ക്ക് എത്താൻ അല്ലെങ്കിൽ സാധിക്കുക, അതിനൊക്കെ ഒരു വഴികാട്ടിയായിട്ട് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ നമുക്ക് ആ കടമ്പ കടന്നു കിടക്കാൻ പറ്റും. കാരണം എങ്ങനെ ബന്ധനത്തിൽ പെട്ടുവെന്നും പ്രകൃതി ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകർഷണമായിട്ടുണ്ടെന്നും ഗ്രഹിക്കാം. തന്നെയല്ല, ഈ ബന്ധനത്തിൽ നമ്മൾ എങ്ങനെ പെട്ടു, നമ്മൾ എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ വന്ന് പിറന്നു, എന്താണ് നമുക്ക് നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് എവിടെ എത്തേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചും, പിന്നെ നമ്മുടെ എന്താ പറയാ ഈ ത്രിഗുണങ്ങളെ പെട്ടിട്ട് നമ്മൾ എത്രത്തോളം അതിനെ ആകൃഷ്ടമായി ജീവിക്കുന്നു, അതില് മുങ്ങി നിർന്നിരിക്കുകയാണ്. നമ്മൾ ഒരേ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഗുണത്തില് തന്നെ വളരുകയാണ്. അത് നമുക്ക് മനസ്സിലാവണില്ലേ, ഞാൻ ഈ ഗുണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗുണത്തിൽ പെട്ട ആളെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതറിയണമെങ്കിൽ ഈ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കൂടി നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാ നീരാളിപ്പിടുത്തത്തിൽ പെട്ടത് കൊണ്ട് നിസ്സഹായന. ഈ ഭൗതികമായ ത്രിഗുണങ്ങളിലെ ഓരോ ഗുണങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു ഗുണം കയറി പിടിക്കില്ല. ചിലപ്പോൾ ഒരു ആൾക്ക് തന്നെ മൂന്ന് ഗുണങ്ങളും ഒരാളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സാത്വികഗുണത്തിൽ ചില നേരത്ത് പെരുമാറാം, ചിലപ്പോ രാജസമായിട്ട് പെരുമാറാം, ചിലപ്പോൾ തമോ ഗുണമായിട്ട് പെരുമാറാം, എല്ലാം അതിലുണ്ട്. പക്ഷെ അതില് നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലായിട്ട് അതിൽ നിന്ന് ആ നീരാളിപ്പിടുത്തൽ നമുക്ക് കരകയറണമെങ്കിൽ ഗുരുവിനെ സമീപിക്കുക, അല്ലാണ്ട് നിവർത്തിയില്ല. എങ്കിലും സത്യസ്ഥിതി മനസ്സിലായാൽ അങ്ങനെ ഇതൊക്കെ ആ അതീന്ദ്രിയ ഭാവമൊക്കെ മനസ്സിലായാൽ, ഗുരുവിൽ നിന്ന് നമുക്കത് മനസ്സിലായാൽ നമുക്ക് ആ അതീന്ദ്രിയ തലത്തിലേക്ക് എത്താൻ സാധിക്കും. ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. വ്യത്യസ്തമായ ഈ പ്രവർത്തനങ്ങളിലെ കർത്താവ് വാസ്തവത്തിൽ ജീവസത്തയല്ല, അവർ പ്രത്യേക ശരീരം കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധനാവുകയാണ്. അപ്പൊ 3-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് 27-ാം ശ്ലോകത്തിൽ എന്താ പറയുക? പ്രകൃതി ക്രിയമാണാനി ഗുണേ കർമാണി സർവശ അഹങ്കാരം വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ, എന്താണ് ഈ കാര്യം മനസ്സിലാക്കിയാൽ, അത് ശരിയായി മനസ്സിലാക്കുന്നവനെ, അതേപോലെ ഭഗവാൻ ഗുണാധീനാണെന്ന് മനസ്സിലാക്കുന്നവൻ എന്റെ ആധ്യാത്മികമായ പ്രകൃതിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ ശ്ലോകത്തിലും അത് തന്നെയാണ് പറയുന്നത്. അത് ശരിയായ വിധം മനസ്സിലാക്കണം. ആ ജീവാത്മാവ് അല്ല അതിന്റെ കാരണം. ആ ജീവാത്മാവ് ആ ഭൗതിക ശരീരത്തിൽ വന്നു പെട്ടു. പക്ഷെ ആ ശരീരസ്ഥനായി ഇരിക്കുന്നതോട് കൂടി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അയാളെ ബാധിക്കുകയാണ്. ആ ത്രിഗുണങ്ങളാണ് അയാളെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആധ്യാത്മികമാണിന്റെ സഹായമില്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലും മതി. അപ്പൊ ഒരു ഗുരുവിന്റെ സഹായമില്ലാതെ നമുക്ക്
ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മള് ഈ ഇവിടെ ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഗുണം നമ്മളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഗുണം അത് തന്നെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് എത്ര ആൾക്ക് അറിയാൻ സാധിക്കുമായിരുന്നു? അപ്പൊ ആർക്കും അത്ര അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഞാനൊരു ഗുണത്തിലാണ് പെട്ടിരിക്കുന്നത്, ആ ഗുണത്തിൽ നിന്ന് കരകയറാം, അത് എന്നാലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ ബോധ്യമായത് ഈ സംഘത്തിൽ വന്ന് അല്ലെങ്കിൽ കൃഷ്ണാവബോധം വർദ്ധിക്കാൻ ഉണ്ടാവാൻ കാരണം ഈ സംഘടനയുമായി സമ്പർക്കം പുലർത്തിയത് മാത്രമാണ്. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായി കൃഷ്ണാവബോധത്തിൽ നിലനിർത്തിക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു ഗുരുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് കൃഷ്ണാവബോധം എടുക്കാൻ കൃഷ്ണാവബോധം എത്താൻ സാധിക്കില്ല. ഒരുപാട് ആൾക്കാരില്ലേ ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, തൊഴുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്നാൽ അവര് ആ തൊഴുതും മറന്നു ആ കാര്യങ്ങൾ പിന്നെ ഭൗതികമായ വർത്തമാനങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ആ നേരം മാത്രം ഭഗവാന്റെ ചിന്ത, അതിനുശേഷം പിന്നെ അവര് ഭൗതിക ചിന്തകളിലേക്ക് പെട്ടു. അപ്പൊ വീണ്ടും മലിനമായ മനസ്സോടുകൂടി നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ ഗുരുവിന്റെ ആശ്രയം തന്നെ വേണം എന്ന് ഇതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണാബോധവനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളിലെ മാസ്മര ശക്തിക്ക് അധീനനല്ല. അപ്പോ കൃഷ്ണാബോധം ആയി കഴിഞ്ഞാൽ, കൃഷ്ണാബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിയുമായി ഈ ത്രിഗുണങ്ങളുടെ പ്രകൃതിയിലെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് അയാൾക്ക് കരകയറാൻ സാധിക്കും. അപ്പോ പിന്നെ അതിന്റെ ആ ശക്തിയിൽ പിന്നെ ആ നീരാളിപ്പെടുന്നതിൽ അത് അയാൾ പെടില്ല. കൃഷ്ണന് സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയിലെ ത്രിപ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് ഓർക്കുക. 7-ാം അധ്യായത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗുണമയി മമ മായ ദുരത്യ മാം ഏവ ഏ പ്രപദ്യന്തി മായാമേതം തരന്തിതേ. എന്താ പറയണേ, 3 പ്രകൃതി ഗുണങ്ങളെ എന്റെ ദിവ്യശക്തി അതിജീവിക്കുക എളുപ്പമല്ല, എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചവർക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കും. അങ്ങനെ മുക്തനാവാൻ അങ്ങനെ നമുക്ക് അങ്ങനെയാണ് മുക്തനാവാൻ പറ്റുള്ളൂ. അങ്ങനെ മുക്തനായവരാണ് ആ മുക്തനായവരുടെ കാര്യം പറഞ്ഞാൽ ആ കർമ്മ അങ്ങനെ മുക്തനായാൽ ഭഗവാന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാൻ സാധിക്കുന്നു. ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ല. ഈ പ്രവർത്തികളിലൊക്കെ കാരണം ഈ ത്രിഗുണങ്ങളാണെന്നും ഭഗവാൻ ഈ ഗുണങ്ങൾക്ക് അതീതനാണെന്നും അറിയുന്നവൻ. അത് ഇങ്ങനെയാണ് സാധിക്കുള്ളൂ. ഒരു ഗുരുവിന്റെ കാരുണ്യത്തോടു കൂടി നമുക്ക് ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്നവൻ ഭഗവാന്റെ ആധ്യാത്മിക പ്രകൃതിയെ ഭഗവാന്റെ കാരുണ്യം കിട്ടുകയും ആ ശരണാഗതിയിൽ എത്തപ്പെടുകയും ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ആ കാരുണ്യത്തിൽ നമ്മൾ പാത്രമാവുകയും ചെയ്യുന്നു. അടുത്ത ശ്ലോകം. ഗുണാനേതാനധീത്യ ത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യു ജരാദുഃഖ വിമുക്തം അമൃതം അശ്നുതേ. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ, ഏത് രീതിയിലാണ് ഇപ്പൊ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. അപ്പോൾ ഇങ്ങനെ ഗുരുവിന്റെ സഹായത്തോടുകൂടി ഗുണങ്ങളെ അതിജീവിക്കാൻ സാധിച്ചാൽ, ഭഗവാനെ അതീന്ദ്രിയ ഭാവത്തിലേക്ക് എത്താൻ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാൻ സാധിച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് എന്താവും മോക്ഷം കിട്ടും, അല്ലെങ്കിൽ മുക്തനാവാൻ സാധിക്കും. എന്താ, ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഭഗവാൻ കൃഷ്ണാബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ദേഹി എന്ന വാക്കിന് ശരീരത്തോട് കൂടിയ എന്നർത്ഥം. അപ്പൊ ദേഹി ആരാണ്? ആത്മാവ്. ആത്മാവിനെ ദേഹത്തിൽ ഇരിക്കുന്നതിനാലാണ് ദേഹി എന്ന് പറയുന്നത്. ഭൗതിക ശരീരത്തിലാണെങ്കിലും ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുന്നതിന് ത്രിഗുണങ്ങളുടെ സ്വാധീനം മനസ്സിലാവും. ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, ഭൗതിക ശരീരമുണ്ട്, എന്നിരുന്നാലും ആ ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ സാധിച്ചാൽ, ആധ്യാത്മിക ജ്ഞാനം വർദ്ധിക്കുമ്പോൾ അവർക്ക് ഇവിടെ തന്നെ ഇരുന്നതിന് മുക്തനാകാൻ സാധിക്കും. ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കും. അപ്പോൾ നമ്മള് ഉള്ളിൽ നമുക്ക് ആ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതോടെ നമുക്ക് ഉള്ളിലൊരു ആനന്ദം വരും. ആ ആനന്ദം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും. ഈ ദേഹം ത്യജിച്ച് ഉടനെ പരമയോഗത്തിലേക്കാണല്ലോ അയാൾ പോകുന്നത്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആധ്യാത്മിക ആനന്ദം അനുഭവിക്കും. അപ്പോൾ നമ്മൾക്ക് അറിയാം, ഇവിടുന്ന്
ശരീരം വിട്ടാൽ ആത്മാവ് പോകുന്നു. പക്ഷെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാവ് ആ ആനന്ദം അനുഭവിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാബോധപൂർവ്വം അനുഷ്ഠിക്കുന്ന ഭക്തി സേവനം ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയുടെ ലക്ഷ്മി. അപ്പൊ കൃഷ്ണാബോധത്തിന് നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ശരിക്ക് അവിടേക്ക് മോക്ഷം കിട്ടി അല്ലെങ്കിൽ മുക്തി കിട്ടി ബ്രഹ്മം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉയർന്ന ലോകത്തിലേക്ക് അവിടെ പോയി ഇല്ലെങ്കിലും ഇവിടെ തന്നെ ഈ രീതിയിൽ കൃഷ്ണാബോധം വളർന്നു കഴിഞ്ഞാൽ, ഉള്ളില് അതിന് ആഴത്തിൽ പതിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണാബോധം ഉള്ളില് തിളങ്ങാൻ തുടങ്ങിയാൽ നമുക്കും ഇവിടുന്ന് മുക്തി, അതാണ് മുക്തിയുടെ ലക്ഷണം. അങ്ങനെ വന്നാൽ തന്നെ ആ ഭൗതികമായ ചുറ്റുപാടിൽ നിന്ന് വേർപെട്ട് ആധ്യാത്മികയിലേക്ക് ഭഗവാന്റെ ആ എന്താ പറയാ ചിന്തകളിലേക്ക്, ഭഗവാനെ സേവകളിലേക്കൊക്കെ നമ്മൾ ഇഴകിച്ചേരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മുക്തിക്ക് പാത്രമായി. 18-ാം അധ്യായം ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് 18-ാം അധ്യായം വരുമ്പോൾ നമുക്ക് അതിൽ കൂടി വീണ്ടും മനസ്സിലാക്കാം. ത്രിഗുണങ്ങളിലെ സ്വാധീനതാ വലയം ഭേദിച്ച് കഴിഞ്ഞാലാണ് മനുഷ്യൻ ഭക്തിനിഷ്ഠമായ സേവനത്തിൽ തൽപരനാകുന്നത്. അപ്പൊ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് ഭക്തിനിഷ്ഠമായ സേവനം, ഭഗവാനുള്ള സേവനം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് അജ്ഞാനത്താലാണ് നമ്മൾ ഈ ത്രിഗുണത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം നമുക്കില്ലല്ലോ. അപ്പോൾ അതിന് ആ ബോധം നമുക്ക് ഉണ്ടായി വരണമെങ്കിൽ ഒരു ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, ഗുരു ഭഗവാൻ തന്നെയാണ് ഗുരുവായിട്ട് വരുന്നത് നമുക്കറിയാം. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഒരു ഗുരുവിനെ സമീപിച്ചാൽ ഗുരു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി അത് എന്താണ് ശ്ലോകത്തിൽ പറയുന്നത്, എങ്ങനെയാണ് ഭഗവാൻ ഈ ഗുരുവിനെ നമ്മള് ശരണം പ്രാപിക്കേണ്ടത്, അതിൽ പറയണ്ടേ എന്താണ് യസ്യ പ്രസാദ ഭഗവത് പ്രസാദോ യസ്യ പ്രസാദ നഗതി കുതോപ്പി. അങ്ങനെ ആത്മീയ ഗുരുവിന്റെ കാരുണ്യത്താലാണ് ഒരുവിന് കൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. ആത്മീയ ഗുരുവിന്റെ കാരുണ്യമില്ലാതെ ഒരുവിന് ആത്മീയ പുരോഗതി കൈവരിക്കാനാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഗുരുവിനെ പൂർണ്ണമായി സറണ്ടർ ആയി ഭഗവാൻ സറണ്ടർ തുല്യമാണ്. അങ്ങനെ നമ്മൾ ജ്ഞാനം വർദ്ധിപ്പിക്കുക. അങ്ങനെ നമുക്കും സത്വഗുണത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഉയർന്ന ലോകങ്ങളിലേക്കും സത്യലോകം വരെയും ബ്രഹ്മാവിന്റെ ലോകം വരെയും നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി നന്നായിട്ടുണ്ട്. നന്നായിരുന്നു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. ശരി, നമ്മളിവിടെ എത്തിയപ്പോഴും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായത് ശരിയാ. നിങ്ങളുടെ ഗുണങ്ങൾ നമ്മൾ പെട്ടേക്കണെന്നൊക്കെ ശരിയാണ്. അവസാനം പറഞ്ഞ എന്താണ്? ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക് എത്താം. സെന്റൻസ് എന്താണ്? അതെ, ബ്രഹ്മലോകം വരെ നമുക്ക് എത്താലോന്ന്. അല്ല, നമുക്ക് ഗോലോകവൃന്ദാവനമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അല്ല, അതിനെ ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തണ്ടേ? അതെ, അവസാനം പറയുന്നത് ത്രിഗുണത്തിന്റെ സ്വാധീനവലയം ഭേദിച്ചു കഴിഞ്ഞാലാണ് പറയുമ്പോൾ സത്വഗുണം വിട്ടാണല്ലോ നമുക്ക്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഭക്തി സേവനത്തിൽ തൽപരനാകുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാം ത്രിഗുണത്തിലുള്ള തന്നെയാണ്. ത്രിഗുണത്തിലിരിക്കുമ്പോൾ നമ്മൾ ഭക്തി ജീവിത സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ തൽപരനാകുന്ന ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് ഈ ത്രിഗുണം ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതുവരെ നമ്മളെപ്പോഴും ഭക്തി ജീവിത സേവനം തന്നെ ചെയ്യുന്നുണ്ട്. ഭക്തി ജീവിത സേവനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ത്രിഗുണത്തിൽപ്പെട്ട തന്നെയാണ്, പുറത്തു വന്നിട്ടില്ല. എപ്പോഴാണ് പുറത്തു വന്നു എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത ശ്ലോകങ്ങൾ പറയുന്നേ. കൈലിംഗ ത്രിഗുണം എങ്ങനെ ഭേദിച്ചു എന്നുള്ളത് വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴാണ് നമ്മളെ ഈ നിന്ന് പുറത്തു വരുന്നത്. അപ്പോഴാണ് നമുക്ക് ത്രിഗുണങ്ങൾ ബ്രേക്ക് ചെയ്ത ഈ ഭക്തി സേവനത്തിനുള്ള താല്പര്യം കൂടും, ടേസ്റ്റ് കൊടുക്കും. രണ്ടാം അധ്യായത്തിൽ തന്നെ 46-ാം ശ്ലോകത്തില് ഭഗവാൻ പറയുന്ന യാവനാർത്ഥ ഉദത്മാനെ സർവതോ സമൃദ്ധോഷു താവാൻ സർവേഷു വേദേഷു ബ്രഹ്മണസ് വിജാനം. മറ്റേ അവസാനം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ഹു ഈസ് ചാൻഡിങ് വിത്ത് പ്ലഷർ. അതായത് അതിലെ പുറപ്പെട്ട ശിലപ്രബോധമുണ്ട്. ആരാണോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നത്, അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയും.
കൺഫ്യൂഷൻ. 46-ാമത്തെ ശ്ലോകത്തില് എനിക്ക് അവസാനത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത് ഭഗവത് നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി. 46-ാം ശ്ലോകത്തില് അവസാന സെന്റൻസ് പ്രായണ മുടൽ മരണ വേദാന്തം മനസ്സിലാക്കാൻ വേണ്ട വിദ്യാഭ്യാസം നടത്തിയ വേദാന്തത്തിന്റെ അല്ല, അവസാനത്തെ ഓൾമോസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ്. കൃഷ്ണഭഗവാൻ തന്നെ ഭഗവത് നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമമായ വേദാന്തി. ശ്രീമദ് ഭാഗവതം ചണ്ടാളനായാലും ശരി, ആരുടെ നാവിലാണ് എപ്പോഴും ഭഗവാന്റെ നാവ് നിൽക്കുന്നത്, നാം എപ്പോഴും മുന്നോട്ടിരിക്കുന്നത്, ആർക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ വൈദികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും പര്യവസാനിപ്പിച്ച് എല്ലാ തീർത്ഥങ്ങളും സന്ദർശിച്ചിട്ട് വേദങ്ങൾ മുഴുവൻ പഠിച്ച് എല്ലാ ബ്രാഹ്മണായിട്ടുള്ള നമ്മുടെ എന്തൊക്കെ തപസാനുഷ്ഠാനങ്ങളെല്ലാം മുഴുവൻ കഴിഞ്ഞ ശേഷമാണ് അയാള് ജപത്തിൽ ആനന്ദം എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ടേസ്റ്റ് ഫോർ ചാൻറ്റിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചാൻറ്റ് ചെയ്യണം. പക്ഷെ എപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഗുണം നിന്ന് പുറത്തു വന്നു, ഇപ്പോൾ ശുദ്ധസത്വത്തിലാണ് ഇരിക്കുന്നത്. സോറി സവർ. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ശ്രീമദ് ഭാഗവതം തന്നെ 11-ാം സ്കന്ധം 25-ാം അധ്യായത്തില് 21-ാം ശ്ലോകത്തില് ഈ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുമ്പോൾ ഉപരി ഗച്ഛന്തി സത്വേന ബ്രാഹ്മണാജനാഹ തമസാധോ അധോ അമോഖ്യ രജസന്തരചാരിണ. 11.25.21 learned persons dedicated to Vedic culture are elevated to mode of goodness to higher and higher position. ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആരാണ്? സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണര്. 18-ാം അധ്യായത്തിൽ അന്ന് പറയുന്നുണ്ടല്ലോ, ബ്രാഹ്മണര് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. തമസ അമുഖ്യ വെച്ച് താഴോട്ട് തലകുത്തി വീഴുക. ആ മുഖ്യ എന്ന് വെച്ചാൽ തലകുത്തി വീഴാന്ന്. തലകുത്തി വീഴുന്ന വെച്ചാൽ താഴോട്ട് അർത്ഥം അല്ലേ? അധോ ലോകങ്ങളിലേക്ക് തലകുത്തി വീഴുന്നു വേണം. അപ്പൊ അവിടെ സ്ഥലമല്ല ചെടിയായിട്ടോ മരമായിട്ടോ അവസാനിക്കും. രസ അന്തരചരിണ, രണ്ടിന്റെ ഇടയില് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമണ്ഡലത്തിലൊക്കെ കണ്ടിന്യൂസ് ടു മനുഷ്യരുടെ സൊസൈറ്റിയിൽ തന്നെ അത് തുറന്നുകൊണ്ടിരിക്കും. ഈ ശൂദ്രാസനം സാധാരണ പൊതുവെ ശൂദ്രാസനം മോഡ് ഓഫ് ഇഗ്നോറൻസ്, തമോഗുണത്തിൽ കൂടുതൽ നിൽക്കുന്ന ശൂദ്രാസനം. കാരണം അവരെ സംബന്ധിച്ചോളം ഈ ശരീരം മാത്രം തന്നെ താൻ എന്നുള്ള ഈ ശരീരമാണ്. പരീക്ഷത് മഹാരാജാവിടെ ശൂദ്ര ഗോസ്വാമി പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പരീക്ഷത് മഹാരാജ് എന്തുകൊണ്ടാണ് ഗോപികൾക്കും പശുക്കൾക്കും തൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം കൃഷ്ണനോടാണ്, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന ചോദ്യത്തില് ആദ്യം അവിടെ അനലൈസ് വരുമ്പോൾ ആദ്യം ഏറ്റവും ഗ്രൂസായിരിക്കുന്ന ആൾക്കാരെന്നാണ് നമ്മുടെ ശരീരം തന്നെയാണ് താൻ എന്ന് വിചാരിക്കും. അഹം എന്ന് വാക്കുള്ളൂ. അപ്പോൾ ശൂദ്രമാണ്, അവര് ഭാഗത്ത് കിടക്കുന്ന ആൾക്കാർ ശൂദ്രരാണ്. മമ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഇത്. അപ്പോൾ അവിടെ ഞാനാണ് പ്രധാനം. അത് സാധനം കിടക്കുന്നത് ഈ വൈശ്യരാണ്. വൈശ്യര് അവര് പണത്തിന് പിന്നാലെ ഓടുന്ന ആൾക്കാരാണ്. ക്ഷത്രിയനാണെങ്കിൽ പവർ ആൻഡ് പ്രസ്റ്റീജ്, അവർക്ക് അധികാരം, പവറാണ് വേണ്ടവർക്ക്. അവർക്ക് ധനത്തിനോട് ഭയങ്കര ആകർഷണം എന്നുള്ളത് വൈശ്യർക്കാണ്. കാരണം അവര് തമോ ഗുണത്തിനും രജോ ഗുണത്തിനും ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ്. ക്ഷത്രിയനാണെങ്കിൽ കൂടുതൽ രജോ ഗുണത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കൂടുതൽ പവർഫുൾ ആയിരിക്കും. അപ്പൊ അവർക്ക് പവറാണ് ആവശ്യം. അതേസമയം ബ്രാഹ്മണനാണെങ്കിൽ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, അവർക്ക് പ്യുവർ നോളജിനോട് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളാണ് പറഞ്ഞാരി ബ്രഹ്മലോകത്തിൽ എത്തുന്നത്. അടുത്ത ശ്ലോകത്തിനകത്ത് ഇത് ഇന്നുണ്ട്, സത്വേ പ്രാലീന സ്വരന്തി നരലോകം രജോലയ തമസ്ലയ
യാന്തി മാം ഏവ നിർഗുണ. പറഞ്ഞാല് നേരത്തെ പറഞ്ഞാല് ഗുഡ്നസ് കിട്ടുന്ന ആൾക്കാരെ നേരെ സ്വർഗത്തിലും അല്ലെങ്കിൽ ഉപരിലോകങ്ങളിലേക്കും, നടുവിലിരിക്കുന്ന ഭൂമണ്ഡലങ്ങളില് മനുഷ്യരൂപം സ്ഥാപിച്ചുകൊണ്ട് രജോഗുണികളും ഏറ്റവും അടിയിലേക്ക് തമോ ഗുണികളും പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആൾക്കാർ ഗുണങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആള് എൻ്റെ അടുത്തേക്ക് എത്തും. ഗുണങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആള് എൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഗുണങ്ങളിൽ പുറത്തു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ അവസാനം പറയുന്നുണ്ട്, ആധ്യാത്മിക ജീവിതത്തിൽ ആനന്ദം ഈ ശരീരത്തിൽ നിന്നുകൊണ്ടേ അവർക്ക് അനുഭവിക്കാം എന്ന് വിദ്വാംസ ശ്ലോകത്തില് ശിലപ്രഭു പറയുന്നുണ്ട് അല്ലേ. ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ മുക്തനാകാം, ശരീരത്തിൽ ഇന്നുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഇപ്പൊ ജീവൻ മുക്ത സ്റ്റേജിനെ എവിടെ 5-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം, അതില് രൂപഗോസ്വാമിയുടെ ഭക്തി രസാമരസന്ധ കൂട്ടിയുന്നത് ഇഹായസ് ഹരേദാസെ കർമ്മണാമസാഗിര ദാസ്യേ ഹരേ ദാസ്യ, ഹരിയുടെ ദാസ്യ വൃത്തി നടത്തുന്ന ആണ് മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ആരാണോ ഹരിദാസ് നടത്തുന്നത്. നിഖലസ്യ അവസ്ഥ, നിഖലാച്ച ഈ ലോകത്ത്, നിഖലസ്യ അവസ്ഥാസു, ഈ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവൻ മുക്തനായിട്ട് കണക്കാക്കും. അപ്പോൾ ആ ഒരു ഈ ജീവിതത്തിൽ തന്നെ നമുക്കത് ആസ്വദിക്കാം. എപ്പോഴാണ് നമ്മൾ ത്രിഗുണം നിന്ന് എപ്പോൾ പുറത്തു വരുന്നു അപ്പോൾ നമുക്ക് ജീവൻ മുക്തസ്ഥയിലെത്താം. അത് നമുക്ക് എപ്പോഴാണ് നമുക്ക് നാമജപത്തിൽ എപ്പോഴാണോ ആനന്ദം കണ്ടെത്തുന്നത് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മറ്റുള്ള ഗുണങ്ങളിൽ നിന്ന് പുറത്തു. പരം ദൃഷ്ട്വാ നിവർത്തന്തേ എന്ന് പറയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ശംഭുജി, താങ്ക് യു. വാഞ്ച ശിലാ